പ്രിയമുള്ളവരെ, ഇന്ന് ഡെയിലി ഇൻസൈറ്റിൽ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം ഖദീജ എ.വി. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒരു ഗവൺമെൻറ് സ്കൂളിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാനിങ്ങനെ വരാന്തയിലൂടെ നടക്കുകയാണ്. ക്ലാസ് എല്ലാം നിശബ്ദമാണ്. പെട്ടെന്ന് ഒരു ക്ലാസ്സിൽ നിന്ന്, അതായത് 10A ക്ലാസ്സിൽ നിന്ന് പരിചിതമായ ഒരു ശബ്ദം. നമ്മുടെ സാമുവൽ സാറിൻ്റെ ശബ്ദമായിരുന്നു അത്. സാർ കുട്ടികളോടായി പറഞ്ഞു, കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക് തരികയാണ്. ജീവിതത്തിൽ ഒരുപാട് പരാജയമുണ്ടായിട്ടും അതിനെയെല്ലാം തരണം ചെയ്ത് വിജയകരമാക്കി തീർത്ത ആളുകളെക്കുറിച്ച് നിങ്ങൾ പഠനം നടത്തണം. ആ പഠനത്തെ ആസ്പദമാക്കി നിങ്ങൾ ക്ലാസ്സിൽ സെമിനാർ അവതരിപ്പിക്കണം. ആ സെമിനാറിൽ നിന്നും ഏറ്റവും നന്നായി പ്രസൻറ്റ് ചെയ്യുന്ന ആളുകളെ നമുക്ക് സബ് ജില്ലാ, ജില്ലാ തലങ്ങളിലേക്ക് കൊണ്ടുപോകണം. ഈ കാര്യങ്ങൾ പറഞ്ഞു തീരും മുമ്പേ നമ്മുടെ സന്തോഷ് ചാടി എഴുന്നേറ്റു. എപ്പോഴും എല്ലാത്തിനെയും തമാശയായി കാണുന്ന ആ സന്തോഷ് ഹോംവർക്ക് ചെയ്തു, മറന്നുപോയി. പഠിച്ചിരുന്നു, മറന്നുപോയി. പ്രൊജക്റ്റ് ചെയ്തിരുന്നു, മറന്നുപോയി. എപ്പോഴും ഇതാണല്ലോ സന്തോഷേ നീ പറയാറുള്ളത്. അതുപോലെ ആയിരിക്കില്ല കേട്ടോ ഈ കാര്യം എന്ന് സാമുവൽ സാർ അവനെ ഓർമ്മപ്പെടുത്തി. അല്ല സാറേ, ഞാൻ ചെയ്യും, ഞാൻ നന്നായി ചെയ്യും. എല്ലാവരും അവനെ നോക്കി ഒന്നിച്ചൊരു ചിരി പാസാക്കി. അതൊന്നും പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അങ്ങനെ എല്ലാവരും ലൈബ്രറിയിലേക്ക് ഓടി പലതും കണ്ടുപിടിച്ചു. ഗൂഗിൾ നോക്കി, യൂട്യൂബ് നോക്കി, ക്ലാസ് എല്ലാം തയ്യാറാക്കി. ക്ലാസ് അവതരിപ്പിക്കേണ്ട ദിവസം വന്നു. എല്ലാവരും അവനവന് നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ വന്നിരുന്നു. ഓരോ ക്ലാസ്സിനെയും പ്രതിനിധീകരിച്ച് 3 കുട്ടികൾ വീതമുണ്ടായിരുന്നു. സന്തോഷിനെ മാത്രം കാണുന്നില്ല. എവിടെ അവൻ? അവനെ എന്തേലൊക്കെ ഒപ്പിച്ച് ഇപ്പോഴിങ്ങെത്തും. പറഞ്ഞു തീരും മുമ്പേ നമ്മുടെ സന്തോഷിൻ്റെ രംഗപ്രവേശനം. മുഖത്ത് ഒരു ഭാവവ്യത്യാസമില്ല. അവൻ എല്ലാവരെയും നോക്കി. എല്ലാവരും ഒരുപാട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. ആ മുഖത്ത് വലിയ സന്തോഷവും എന്നാൽ എല്ലാം പറഞ്ഞു തീരാൻ കഴിയുമോ എന്ന ആകാംക്ഷയുമൊക്കെ മാറി മാറി വന്നിരുന്നെങ്കിലും സന്തോഷിന് ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവൻ പോയിരുന്നു. പലരും അവനെ നോക്കി. ഏതായാലും ക്ലാസ് തുടങ്ങുവാൻ സമയമായി. അധ്യാപകർ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ വന്നിരുന്നു ക്ലാസിൻ്റെ ജഡ്ജ്മെൻറ്റിനായി. പലരും പ്രസൻറ്റേഷനുമായി എത്തി. വളരെ ഉയർന്ന നിലവാരമുള്ള പ്രസൻറ്റേഷൻ. ചിലർ പേപ്പറുകളിൽ നോക്കി അവതരിപ്പിച്ചു, ചിലർ കമ്പ്യൂട്ടർ, അങ്ങനെ പല പല തരത്തിലുള്ള പ്രസൻറ്റേഷനുകൾ. അവസാനം നമ്മുടെ സന്തോഷിൻ്റെ ഊഴമായി. സന്തോഷ് തൻ്റെ പ്രസൻറ്റേഷനായി വരും മുമ്പേ ആരോ ആ വരാന്തയിലൂടെ നടന്നതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരക്ക് പിടിച്ച ഈ പ്രസൻറ്റേഷനിടയിൽ ആരും ആരെയും ശ്രദ്ധിച്ചില്ല. വരാന്തയിൽ വന്നയാളെയും ആരും ശ്രദ്ധിച്ചില്ല. പെട്ടെന്നാണ് സന്തോഷ് വന്നു നിന്ന് പറഞ്ഞത്, കൂട്ടുകാരെ, നിങ്ങളെല്ലാം വളരെ മനോഹരമായ ക്ലാസ്സുകൾ അവതരിപ്പിച്ചു. എല്ലാവരും യൂട്യൂബിലും ലൈബ്രറിയിലും എല്ലാം പോയി കണ്ടുപിടിച്ച പല കാര്യങ്ങളും അവതരിപ്പിച്ചപ്പോൾ എനിക്കുമുണ്ട് ചില കാര്യങ്ങൾ പറയാൻ. പക്ഷേ ഞാനിതൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും അവനെ നോക്കി. പിന്നെ എന്തിനാ നീ അവിടെ നിൽക്കുന്നത് എന്ന ഭാവത്തിൽ. പെട്ടെന്ന് അവൻ പുറത്തേക്ക് നോക്കി പറഞ്ഞു, മുത്തശ്ശ, ഇങ്ങോട്ട് വരൂ. 70ഓടടുത്ത ഒരു പ്രായം. അദ്ദേഹം പതുക്കെ കയറി ക്ലാസ്സിലേക്ക് വന്നു. നിശ്ചയദാർഢ്യത്തോടെ, ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ നോക്കി. എന്നിട്ട് അധ്യാപകരുടെ സമ്മതത്തോടു കൂടെ അദ്ദേഹം തൻ്റെ കഥകൾ പറയാൻ തുടങ്ങി. സരസമായ ഭാഷയിൽ, കൂട്ടുകാരെ, അല്ലെങ്കിൽ മക്കളെ, ഞാനേ 8 വയസ്സിൽ തുടങ്ങിയതാ ജോലി. ഒരുപാട് പരാജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദാരിദ്ര്യമായിരുന്നു അതിലെ ഏറ്റവും വലിയ വിഷയം. ഞാൻ 8ാം വയസ്സിൽ പശുവിന് പുല്ലരിയാനും പാടത്ത് പണിയെടുക്കാനും പാൽ കച്ചവടത്തിനും മീൻകാരെ സഹായിക്കാനും കടല കച്ചവടത്തിനും അങ്ങനെ പലതിനായി പോയി. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ അപ്പൂപ്പൻ ക്ലാസ്സിൽ പോവില്ല അല്ലേ, വലിയ മടിയനായിരുന്നുവെന്ന്. ഇല്ല കേട്ടോ, പഠനത്തിലും ഞാൻ ഒട്ടും പിറകിലായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തട്ടുകടയിട്ടു. ആ തട്ടുകടയിലിരുന്ന് ഞാനിങ്ങനെ ആലോചിക്കും, ഈ തട്ടുകട എങ്ങനെയാണ് ഒരു ഹോട്ടലാക്കി തീർക്കുക എന്ന്. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് ഹോട്ടലാകുമോ? ഏതായാലും പലരും എന്നെ
സ്നേഹത്തോടെ വിളിക്കും ഗോപ മുതലാളി എന്ന്. അദ്ദേഹം പറയും, ഗോപ മുതലാളി, ആരുടെയൊക്കെയോ ആട്ടും തുപ്പും സഹിച്ച് പല ജോലികളും ചെയ്തു വന്ന ഞാനെങ്ങനെ ഒരു മുതലാളിയാകും? എന്നാലും ആ വാക്ക് അദ്ദേഹത്തിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ഇന്ന് എൻ്റെ പേരിൽ 6 ഹോട്ടലുകളും 60 ജോലിക്കാരുമുണ്ട്. അതോടൊപ്പം ഗോപാലൻ വെഹിക്കിൾസ് എന്ന പേരിൽ കുറേ വാഹനങ്ങളും ഇതുവഴി ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സ്ഥാപനങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൻ്റെ 1% ഓരോ തൊഴിലാളിയുടെയും ഒരു കുട്ടിയുടെ ഉയർന്ന പഠനത്തിന്, അതായത് തുടർ പഠനത്തിന് ആയി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം പറഞ്ഞു തീരുമ്പോൾ നമ്മുടെ സന്തോഷ് മുന്നിലേക്ക് നിന്നുകൊണ്ട് കൂട്ടിച്ചേർത്തു, അതെ, എൻ്റെ മുത്തശ്ശൻ, എനിക്ക് ജീവിക്കുന്ന എൻ്റെ റോൾ മോഡൽ. എനിക്കറിയാം ഈ ഒരു വിഷയം നമുക്ക് പല രീതിയിൽ അവതരിപ്പിക്കാം. എനിക്ക് ഈ വിഷയത്തെ ക്രിയേറ്റീവായി ഇങ്ങനെ അവതരിപ്പിക്കാനാണ് തോന്നിയത്. അതായത് എൻ്റെ മുത്തശ്ശൻ്റെ, അച്ഛൻ്റെ വാക്കുകളിലൂടെ ഞാൻ കേട്ട മുത്തശ്ശൻ ആത്മാഭിമാനത്തിൻ്റെ, അധ്വാനത്തിൻ്റെ, ഒബ്സർവേഷൻ്റെ, ദൃഢനിശ്ചയത്തിൻ്റെ, നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകമായ എൻ്റെ മുത്തശ്ശനാണ് എനിക്കിന്ന് എൻ്റെ മുന്നിലെ റോൾ മോഡൽ. ഈ വിഷയം ഇങ്ങനെ ക്രിയേറ്റീവായി അവതരിപ്പിച്ച സന്തോഷിന് ഒരുപാട് കയ്യടികളോടെ അവൻ പിറകിൽ പോയിരിക്കുമ്പോൾ നമുക്ക് അതിനോട് ചേർത്ത് പറയാം, നമുക്ക് ഈ സാമുവൽ സാറും സന്തോഷും നമ്മുടെ ഗോപാലൻ ചേട്ടനുമൊക്കെ ഒരു നിർമ്മിത കഥാപാത്രങ്ങളാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു. നമുക്കും വിഷയങ്ങളെ ക്രിയേറ്റീവായി കാണാം. നമുക്ക് കിട്ടിയ 24 മണിക്കൂറുകളെ ക്രിയേറ്റീവായി കണ്ടുകൊണ്ട് ജീവിതം ക്രിയേറ്റീവായി മറ്റുള്ളവർക്ക് ഉപകാരമുള്ളതാക്കി തീർക്കാം എന്ന ആത്മവിശ്വാസത്തോടു കൂടി ഈ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു.